ഞാൻ മറ്റേ വണ്ടി ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ലെന്ന് പറയാ. ബ്രേക്ക് അഴിക്കാൻ പറഞ്ഞ ചെയ്യണ്ടായിട്ട് ഓയില് മാറ്റാൻ പറഞ്ഞ എഞ്ചിൻ അഴിച്ചിടും. നിന്നൊക്കെ പണിക്ക് വെച്ച എന്നെ പറഞ്ഞാൽ മതിലോ. എന്റെ പൊന്നാശാനെ, ഞാൻ ആശാന് വേണ്ടിയല്ലേ ജീവിതം മാറ്റി വെച്ചാണ്. എന്റെ പൊന്നു ഷിബു, നീ ഒന്ന് ഒലിപ്പിക്കാണ്ട, പണി വേഗം തീർക്കാൻ നോക്ക്. വണ്ടി വൈകിട്ട് കൊടുക്കാനുള്ള പ്രിൻസേട്ടാ വണ്ടിക്ക് ചെറിയ പണി കിട്ടിയെന്ന് സംശയം, ഒന്ന് നോക്കാവോ? ഷിബോ നോക്കിയേ, ഈ വണ്ടി നോക്കി. പ്രിൻസേട്ടാ ഇന്നും ശിവമായിട്ട് അടിയാണോ? ഒന്നും പറയണ്ടേ, എനിക്ക് എന്നും ശിബുദിനുള്ള. ശിവ നമ്മുടെ പയ്യനല്ലേ? ടയർ തീർന്നു. ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ, നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി കിട്ടില്ല. പിന്നെ അല്ലാതെ ചില്ലറ വേറെ കുറച്ച് പണികളും കൂടി ഉണ്ട്. ഇതിപ്പോ നമുക്ക് കുറെ കാലം കൊണ്ടുനടക്കാനുള്ളതല്ലടാ. കറക്റ്റായിട്ട് റെഗുലർ ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഓടില്ല. നീ ഒരു കാര്യം ചെയ്യും, വണ്ടി ഇവിടെ നാളത്തേക്ക് തരാമേ. വണ്ടി സെറ്റ് ചെയ്ത് നന്നായി, നാളെ വരാം. എന്ത് പ്രിൻസേട്ടാ പപ്പടോടെ പൊടിയണോന്നൊരു സൗണ്ട്? എന്താ അറിയില്ലടാ, കുറച്ചായിട്ട് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ഒരു ഞെരിച്ചില്ല. കയ്യും കാലും മുട്ടൊക്കെ ഭയങ്കര. ആഹാ, നല്ല ബെസ്റ്റ് ആളാണ്. വണ്ടിയുടെ കേസിൽ നമ്മളെ ഉപദേശിച്ചിട്ട് ചേട്ടന്റെ ആരോഗ്യം നോക്കാൻ നടക്കാനല്ലേ. ചേട്ടൻ പോയേ ആ ഹെൽത്ത് ഒക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യ്. എവിടെ പോകാനടാ? ചെക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല പൈസ ആവില്ലേ? ഇത് തന്നെ മാറിക്കോളും. ഇല്ലട്ടാ, ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഇതിന് മാത്രം ചെലവ് തന്നെ കേസൊന്നല്ലത്. നമ്മുടെ ഈ കൊടുങ്ങല്ലൂരുള്ള എയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ആകുമ്പോൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചേട്ടന് പക്കയായിട്ട് ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അവിടെ തന്നെ ഓർത്തോനെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. ചേട്ടൻ മുട്ടുവേദനയൊക്കെ ഉണ്ടല്ലോ, അവർ മാറ്റി തരും. ചേട്ടൻ ഈ വണ്ടിയുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ ചേട്ടൻ്റെ ആരോഗ്യത്തിലൊന്ന് കാണിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേട്ടാ. എന്തായാലും ഒന്ന് പോയി നോക്കാം. നീ പറഞ്ഞോണ്ടല്ല, നീ പറഞ്ഞു.